എല്ലാവർക്കും VB കവേഴ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ജലനിധിയുടെ മോട്ടോർ കംപ്ലൈൻ്റ് ആയിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ദാ കിടക്കുന്നതാണ് മോട്ടർ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് നല്ല ഒഴുക്കുള്ള ഒരു ആറാണിത്. അപ്പോൾ നല്ല അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട വരും. അപ്പോൾ നമ്മളത് ഇറങ്ങി പോയിട്ട് നോക്കാം. നമുക്ക് അത് കുറച്ച് താഴത്തോട്ടങ്ങ് ഇറങ്ങി പോകണം, ഇതുപോലെ അങ്ങ് നടന്ന് പോകണം. അപ്പോൾ ഇതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളം പെട്ടെന്ന് കൂടും. നല്ല ശുദ്ധമായ വെള്ളമാണ്, നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് ഇതിനകത്ത് കിടക്കുന്നത്. എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടൗണ് ടച്ച് ചെയ്യുന്നുള്ളൂ. ഇത് ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ്, ഡയറക്റ്റായിട്ട് വന്ന് ഇവിടെയാണ് ആറിൻ്റെ ഉത്ഭവം ശരിക്കും. അപ്പോൾ നല്ല കണ്ണീര് പോലത്തെ നല്ല കുടിക്കാൻ പറ്റിയ വെള്ളമാണ്. ഒരു 50 വീട്ടുകാരിലധികം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് ക്ഷാമമായതുകൊണ്ട് നമ്മൾ എന്തായാലും വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് പൊക്കിയെടുക്കണം. ഇപ്പം നിലവിൽ വെള്ളം കുറവാണ്. ശരിക്കും വെള്ളം കുറവെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അതിനെ അഴിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ മോട്ടറിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഫ്ലാഞ്ച് ഉണ്ട്, ആ ഫ്ലാഞ്ച് ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് വെള്ളം കൂടും. അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് ഇപ്പോൾ കുറഞ്ഞ് നിൽക്കുമ്പോൾ അഴിച്ചെടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഇതെങ്ങനെയാണ് അഴിച്ചെടുക്കണമെന്ന് നോക്കാം. ഇതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടർ ഇതുപോലെ എന്തെങ്കിലും മോട്ടറിന് കംപ്ലയിൻറ്റോ അങ്ങനെയുള്ള ബോർവെൽ മോട്ടർ സ്റ്റക്കായി പോവുമോ അല്ലെങ്കിൽ കംപ്ലയിൻറ്റോ ഒക്കെ നമ്മൾ നോക്കുന്നതാണ്. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് തൊടുപുഴയാണ്, ഇടുക്കി ജില്ലയിൽ. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും വന്ന് ചെയ്യും. നമുക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്ത് വർക്ക് പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉത്തരവാദിത്വമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അത് പിടിക്കുന്ന വർക്കുകൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കും എന്തായാലും. അത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാം, നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ വന്ന് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ വന്ന് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്കിതെങ്ങനെയാണ് പൊക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം ഉള്ളതിനേക്കാളും കഴുത്തിനൊപ്പം വെള്ളമായി ഇപ്പോൾ എല്ലാവർക്കും. ആദ്യം അത്രയും വെള്ളമില്ലായിരുന്നു. അവിടെ ഒരു ചെറിയ റിങ് വെച്ചിട്ടുണ്ട്. ആ റിങ്ങിൻ്റെ മുകളിലാണ് ഒരാൾ കയറി നിൽക്കുന്നത്, അങ്ങേറ്റത്ത് നിൽക്കുന്ന ആൾ കയറി നിൽക്കുന്നത്. അത് നല്ല ഒഴുക്ക് തട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ നിന്ന് പിടിക്കൽ ഒരു ശകലം ബുദ്ധിമുട്ടാണ്. എന്തായാലും കുഴപ്പമില്ല, അത് നമ്മൾ പൊക്കിയെടുത്ത് വലിച്ച് കൊണ്ടുവരുന്നുണ്ട് ചേട്ടന്മാർ. ഞാൻ ഇറങ്ങിയില്ല എന്തായാലും. അത് അവരുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് ഇറങ്ങാത്തതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളും കൂടെ ഇറങ്ങേണ്ടതാണെങ്കിലും നമ്മൾ ഇറങ്ങും, കുഴപ്പമില്ല. ഓക്കെ.
മോട്ടർ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട് ഏതായാലും. അപ്പോൾ അത് അത്യാവശ്യം നല്ല കനമുണ്ട്. എന്തായാലും ഇത് ടൈപ്പിന് നല്ല ഈടാണ്. അത് പൊക്കി വലിച്ചു കയറ്റി കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിടിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇതൊന്ന് അഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ബുഷുകൾ ഒക്കെ മാറ്റി ചേഞ്ച് ചെയ്ത് നമുക്ക് തൽക്കാലം കൊണ്ട് പിടിപ്പിക്കാം. അത് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഇത് നോക്കി അഴിച്ചെടുത്തിട്ട് അവിടെ നിന്ന് കുറച്ച് ചുമന്നുകൊണ്ട് വേണം. വണ്ടി ഇവിടെ അടുത്ത് വരില്ല. അപ്പോൾ ഇതെല്ലാം പീസാക്കിയിട്ട് കൊണ്ടുപോകണമെങ്കിൽ 2 പീസാക്കി കൊണ്ടുപോകണമെങ്കിൽ എളുപ്പമുണ്ട്. അപ്പോൾ ഇതെല്ലാം അഴിച്ച് മാറ്റിയിട്ട് നമുക്ക് കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ.